ഹായ് ഫ്രണ്ട്സ്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MG7 ബ്ലോക്ക് 4 ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ഈ നോവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡും അല്ല, പക്ഷേ എങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് വായിക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, ഒന്നും മനസ്സിലാവില്ല. നമുക്ക് അതിൻ്റെ സമ്മറി മാത്രം ആദ്യം പഠിക്കാം, അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാം. ഓക്കെ. Clear Light of Day is Anida Desai's 1918 novel that retraces the tangled lives of the four Das siblings, Bim, Raja, Tara, and the autistic Baba against the backdrop of old Delhi's shifting history. The story opens in 1980 with Tara, now a diplomat's wife living abroad, returning to the family home for her niece's wedding. She finds Bim as a history teacher, still living with Baba and caring for the crumbling house. The conversation pulls the reader back to the 1930s and 1940s, when the children were growing up amid the turbulence of India's partition. In those flashbacks, we meet the frail, poetry-loving Raja who contracts tuberculosis and later follows his Muslim landlord Hyder Ali to Hyderabad, the gentle, dream-filled Tara who escapes into marriage with Bakul, and the autistic Baba whose world is anchored by the gramophone and the garden. And Meera, the family's long-suffering caretaker, drifts into alcoholism and madness, embodying the lots and displacements that haunt the household. The novel weaves together personal betrayals, Bim's resentment, Raja's abandonment, Tara's guilt, with the larger historic upheavals of 1947, the riots, refugee flights, and Gandhi's assassination. When the narrative returns to the present, the siblings confront old wounds. Bim finally lets go her anchor, realizing that love and forgiveness are the only thing that can bind them together despite the years of separation. The ending leaves us with a quiet image of Bim listening to the Misra family's music, suggesting that time, memory, and familiar lives endure. Overall, Clear Light Day is a meditation on family, memory, and the lingering shadows of history, told through Desai's lyrical prose and a structure that moves fluidly between past and present. അനിത ദേശായിയുടെ വളരെ മനോഹരമായിട്ടുള്ളൊരു നോവലാണ് ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ. 1980 ഇത് എഴുതിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള 4 ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാസ് സിബ്ലിങ്സ് ആണ്. 4 ക്യാരക്ടേഴ്സ് ബിം, രാജ, താര, അതുപോലെ ബാബനെ ഇവിടെ നമ്മൾ ഓട്ടിസ്റ്റിക് ബാബ എന്ന് പറയുന്നത്, ബാബയ്ക്ക് ഓട്ടിസം ഉണ്ട്. ഓട്ടിസം എന്ന ഒരു അസുഖം ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നോവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 1980 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അവിടെ താര എന്നുള്ള കഥാപാത്രം. താര ആരായിരിക്കും? 4 സിബ്ലിങ്സ് ഉണ്ടല്ലോ, ബിമ്മും, രാജയും, താരയും, അതുപോലെ ബാബയും. അപ്പോൾ ഈ താര എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അബ്രോഡിൽ നിന്നും വരികയാണ്. ഓക്കെ, എന്തിനാണ് വരുന്നത്? അവരുടെ ഫാമിലിയിൽ ഒരു വിവാഹം നടക്കുന്നുണ്ട്. അവരുടെ നീസിൻ്റെ ആണ് വിവാഹം. അപ്പോൾ അത് നടക്കുന്നത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടാണ് താര ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 1980 നടക്കുന്നതെങ്കിലും അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനിൽ അവർ 1940 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചെറിയ പ്രായത്തിലത്തെ കഥകളൊക്കെ ഇവർ പറയുകയാണ്. അപ്പോൾ അവിടെ ഇന്ത്യയുടെ പാർട്ടിഷൻ നടന്നിരുന്ന ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ കുറേ അധികം കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് അവരുടെ ഡിസ്കഷനിലേക്ക് അവർ പോവുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുമ്പോൾ ആ ഭാഗം നമുക്ക് പഠിക്കാം കേട്ടോ. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടറാണ് രാജ എന്ന് പറയുന്ന ക്യാരക്ടർ. അവന് എന്താ ഉണ്ടാകുന്നത്? ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം ബാധിക്കുകയാണ്. അവിടെ അങ്ങനെ ഒരു അസുഖം ബാധിക്കുമ്പോൾ ഇവിടെ ബിമ്മാണ്
വീട്ടിലത്തെ ഒരു കെയർ ടേക്കർ അല്ലെങ്കിൽ ബിമ്മാണ് എൽഡർ സിസ്റ്റർ. അപ്പോൾ അവളാണ് രാജയെ നോക്കുന്നതൊക്കെ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ബിം വിവാഹം കഴിക്കുന്നില്ല, മറിച്ച് അവളുടെ വയ്യാത്തൊരു സഹോദരൻ ഉണ്ടല്ലോ ബാബയെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞോണം രാജയ്ക്ക് ട്യൂബർകുലോസിസ് വന്നിട്ട് രാജയെ നോക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബിമ്മാണ്. ഇവിടെ രാജയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു. പിന്നെ രാജ വിവാഹം കഴിച്ച് പോകുന്നത് ഹൈദരാബാദിലോട്ടാണ്. അപ്പോൾ അവിടെ ഒരു ഹൈദർ അലി എന്ന് പറയുന്ന വ്യക്തിയുടെ മകളെയാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. അവരൊരു മുസ്ലിം ലാൻഡ് ലോർഡാണ്. പിന്നെ അവിടെ ചെന്നതിന് ശേഷം രാജയ്ക്ക് ധാരാളം മാറ്റങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീട്ടിലത്തെ റെസ്പോൺസിബിലിറ്റീസൊക്കെ മറക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞ ഈ 4 ക്യാരക്ടേഴ്സിൽ താര അബ്രോഡിൽ നിന്ന് വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ താര വിവാഹം കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ താര വിവാഹം കഴിച്ചിരിക്കുന്നത് ബക്കുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ട്. ബിം എന്ന് പറയുന്ന എൽഡർലി സിസ്റ്റർ, അത് വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ വീട്ടിലത്തെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും അവളുടെ തലയിലാണ്. രാജ എന്ന് പറയുന്ന ക്യാരക്ടർ മാരി ചെയ്തിട്ടുണ്ട്. ഹൈദർ അലിയുടെ മകളെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഹൈദരാബാദിൽ സെറ്റിൽഡ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് താരയാണ് ഒരു അബ്രോഡിലേക്ക് പോയി, മീൻസ് വിവാഹം കഴിച്ച് അബ്രോഡിലേക്ക് പോയി. ഇപ്പോൾ അത് നാട്ടിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് നീസിൻ്റെ മാരേജിനായിട്ട്. പിന്നെയുള്ളൊരു ക്യാരക്ടറാണ് ബാബയ്ക്ക് ഇങ്ങനെ ഓട്ടിസം എന്നുള്ള ഒരു അസുഖം ഉണ്ട്. അപ്പോൾ ബാബയും ബിമ്മും ഒരുമിച്ച് ഒരു വീട്ടിലാണ് കഴിയുന്നത്. ആങ്ങളെയും പെങ്ങളും കഴിയുന്നുണ്ട്. അവർ മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ. ഇവരുടെ പാരൻസ് ഓൾറെഡി മരിച്ചു. ഇവരുടെ പാരൻസ് മരിച്ചതിന് ഒരിക്കലും അവർ ഓൾഡ് ഏജിലായിരിക്കുന്ന സമയത്ത് തന്നെ ഇവരെ നോക്കുന്നതൊക്കെ ഒരു കെയർ ടേക്കറാണ്. അപ്പോൾ അവൾ പിന്നീട് ഡ്രഗ് അഡിക്റ്റ് ആവുകയും അതിനുശേഷം വളരെ മോശമായിട്ടാണ് പിന്നെ മരിക്കുന്നത്. ഹെൽത്ത് ഇഷ്യൂസ് കാരണം കൊണ്ടൊക്കെയാണ് മരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് ബിമ്മായിരുന്നു. അവൾക്ക് പേടിയായിരുന്നു, അത് തന്നെ പറയാം. കാരണം അത് പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഒരു ഗെറ്റ് ടുഗെദർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പഠിക്കുന്നതിൽ ഒരു ഗെറ്റ് ടുഗെദർ ആണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ 4 പേരുടെയും. അപ്പോൾ അവരുടെ സിറ്റുവേഷൻസൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അറ്റ് ദി എൻഡ് ബിം മീൻസ് അവൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അവളിങ്ങനെ വലിയ കുറച്ചും കൂടി വീഡിയോ ഒക്കെ കാണിച്ച് നിൽക്കുന്നത്, അങ്ങനെ കൂൾ ഡൗൺ ആകുന്നില്ല പെട്ടെന്ന്. പക്ഷേ പിന്നീട് അവൾക്ക് മനസ്സിലാവുകയാണ് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ സോറിയൊക്കെ പറഞ്ഞ് ചെയ്ത തെറ്റുകൾക്കൊക്കെ സോറി പറഞ്ഞാൽ അങ്ങനെ ഒന്നാകുന്ന ഒരു സ്റ്റോറിയാണിത്. ഓക്കെ, അപ്പോൾ നോവലിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലായല്ലോ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആരെ കുറിച്ച് പഠിക്കണം? നോവൽ എഴുതിയിട്ടുള്ള അനിത ദേശായിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രോ. ഓക്കെ, born to a Bengali father and a German mother, she grew up speaking German at home, Hindi with neighbors, Bengali with relatives, and English at school. It was at Queen Mary's Higher Secondary School in Delhi that she first learned to read and write English. She reserves German for occasional passage, most notably in Baumgartner's Bombay, while keeping English as the primary narrative thread. This multilingual layering underscores her awareness of English's status as a foreign language in India, a fact she acknowledges when she notes that only after writing several novels did she become conscious of the problem of translating Indian thought into a language lacking a native literary tradition. In chronological order, the novels are Cry the Peacock 1963, Voices in the City 1965, Bye Bye Blackbird 1971, Where Shall We Go This Summer 1975, Fire on the Mountain 1977, Clear Light of Day 1980, In Custody 1984, Baumgartner's Bombay 1988, and more recently Hullabaloo in the Goa Orchard 1998. ഓക്കെ, അപ്പോൾ അനിത ദേശായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനിത ദേശായിയുടെ ഫാദർ ഒരു ബംഗാളിയും അതുപോലെ മദർ ഒരു ജർമ്മനുമാണ്. അവൾ വളർന്നു വന്നിരിക്കുന്നത് ജർമ്മനായിരുന്നു അവർ വീട്ടിൽ സാധാരണയായി സംസാരിച്ചു കൊണ്ടിരുന്നത്. പിന്നെ നെയ്ബേഴ്സിൻ്റെ അടുത്ത് ഹിന്ദി സംസാരിക്കും. പിന്നെ ബംഗാളിയാണ് ഇവർ റിലേറ്റീവ്സായിട്ട് സംസാരിക്കുന്നത്. അതുപോലെ സ്കൂളിൽ ഇംഗ്ലീഷുമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നല്ലതാണല്ലേ, എല്ലാ ലാംഗ്വേജസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അനിത ദേശായി പഠിച്ചത്
ക്വീൻ മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഡൽഹിയിൽ. അവിടെയാണ് ആദ്യമായിട്ട് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും ഒക്കെ തുടങ്ങിയത്. ഓക്കെ, അനിത ദേശായിയുടെ നോവൽസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളതെങ്കിലും പല ഭാഗത്തായിട്ട് ജർമ്മൻ വേർഷൻസ് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മളായാലും ചില വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇംഗ്ലീഷ് എഴുതുമ്പോൾ വേറെ വേറെ ലാംഗ്വേജസ് കൊണ്ടുവരുന്നത് ഇടയിൽ നേറ്റീവ് ലാംഗ്വേജസ്. അതുപോലെ ഇവിടെ അനിത ദേശയുടെ റൈറ്റിങ്സിൽ ജർമ്മൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി അവർ എടുത്ത് പറയുന്നുണ്ട്, ബോംഗാർട്ട്നേഴ്സ് ബോംബെ എന്ന് പറയുന്ന ഒരു വർക്കിലാണ് ഇത് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം, അനിത ദേശായിക്ക് പിന്നീട് സ്റ്റാർട്ടിങ്ങിൽ മനസ്സിലായില്ല, പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം മനസ്സിലായൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം എന്ന് പറയുന്നത് ഇന്ത്യയെക്കുറിച്ച് എഴുതുമ്പോൾ ഇന്ത്യയുടെ ആ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യൻ നേറ്റീവ് പീപ്പിളിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് അങ്ങോട്ട് ഇംഗ്ലീഷിൽ എത്തുന്നില്ല എന്നൊരു തോന്നൽ പിന്നീട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എങ്കിലും ഇംഗ്ലീഷിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത് റൈറ്റിംഗ്. പക്ഷെ അങ്ങനെ ഒരു തോന്നൽ അനിത ദേശായിക്ക് ഉണ്ടായി. പിന്നെ അനിത ദേശായിയുടെ കുറച്ച് വർക്ക്സുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ 1-2 പഠിക്കൂ. മുഴുവനൊന്നും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ തന്നെയുണ്ട് ധാരാളം പഠിക്കാനായിട്ട്. അപ്പോൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലത്. പക്ഷെ ഇത് പരീക്ഷയ്ക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് പറ്റുന്നത് പഠിക്കൂ കേട്ടോ. So we move on to the question. Critically comment on the structure on the novel Clear Light of Day. അപ്പോൾ ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ എന്ന് കാണിക്കുന്ന ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആൻസർ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, Desai herself described the work as 4-dimensional piece. Part 1 opens in the present with Bhim and Tara's reunion. Part 2 thrusts the reader back to the cataclysmic summer of 1947. Part 3 slips even further into the siblings' early childhood, and Part 4 returns to the present with a faintly futuristic, almost mythic perspective. ഇതിൽ നമുക്ക് ആ രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ എഴുതിയത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം എഴുതിയിരിക്കുന്നതാണ്. ആ ഫസ്റ്റ് ലൈൻ പഠിച്ചാൽ മതി. ദേശായിയുടെ വർക്ക് എന്ന് പറയുന്നത് 4-dimensional പീസുകളാണ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഭാഗവും എന്താണ് എന്നുള്ളതാണ് ഈ ഒരു രണ്ടാമത്തെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. പാർട്ട് 1 ഓപ്പൺസ് മുതൽ ലാസ്റ്റ് പെർസ്പെക്റ്റീവ് വരയ്ക്ക്. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗമില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി പഠിക്കാൻ പോകുന്ന ഭാഗത്തിനെ കുറിച്ചൊരു ഷോർട്ട് ഇൻട്രോ ആണത്. Part 1 of Clear Light of Day opens in the present day in the cramped, dust-laden house that the Das family has occupied for decades in civil lines. Old Delhi, Bhim, the elder sister, lives there with her autistic brother Baba and the memory of Meera Masi, who has already died. Bhim, now a history lecturer at a local college, is unmarried and has become the de facto caretaker of the household. Her younger sister, Tara, arrives after many years, accompanied by her husband Bakul, an Indian Foreign Service officer. Part 1 ക്ലിയർ ലൈറ്റ് ഓഫ് ഡേയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ദേശായിയുടെ ദാസ് ഫാമിലിയെ കാണിച്ചിട്ടാണ്. ഇവർ താമസിക്കുന്നത് ഓൾഡ് ഡൽഹിയിലാണ്. അവിടെ ആരൊക്കെ താമസിക്കുന്നത്? ബിം എന്ന് പറയുന്നത് എൽഡർ സിസ്റ്ററാണ്. അതുപോലെ തന്നെ ബാബ താമസിക്കുന്നുണ്ട്. ബാബ ഓട്ടിസ്റ്റിക് ബാധിച്ചിട്ടുള്ള അവളുടെ ബ്രദറാണ്. അപ്പോൾ ഇവർ രണ്ടാളെ താമസിക്കുന്നുള്ളൂ. ബിമ്മിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നോക്കി വളർത്തി അവരുടെ ആയ മീരമാസി മരിച്ചു പോയി. പക്ഷെ മീരമാസിയുടെ ഓർമ്മകളൊക്കെ അവൾക്ക് ഇപ്പോഴും ഉണ്ട്. മീരമാസിയുടെ പേടി സ്വപ്നങ്ങളൊക്കെ അവൾക്ക് ഇപ്പോഴും വരും. അതിന് കാരണം എന്താ? മീരമാസി മരിക്കുന്ന സമയത്ത് ഒരു ആൽക്കഹോളിക് അഡിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ദേഷ്യവും ഭയങ്കര ഒരു പൊട്ട സ്വഭാവം എന്നല്ല, പക്ഷേ എങ്കിൽ ടെമ്പറുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അതൊക്കെ കണ്ടാണ് ഇവർ വളർന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ബിം അത് കണ്ടാണ് വളരുന്നത്. അവളാണല്ലോ എൽഡർലി സിസ്റ്റർ. അപ്പോൾ ആ ദേഷ്യം കണ്ട് വളർന്ന് പിന്നെ അങ്ങനെ മരിക്കുന്ന മീരമാസിയുടെ ഓർമ്മകൾ ഇപ്പോഴും ഇവൾക്ക് തങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ ബിമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളൊരു കോളേജ് ലെക്ചറാണ്, ഹിസ്റ്ററി ലെക്ചറാണ്. പിന്നെ വിവാഹം കഴിച്ചിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം അവളാണ് വീട് മുഴുവൻ നോക്കി നടത്തുന്ന റെസ്പോൺസിബിലിറ്റീസൊക്കെ തലയിൽ ഏറ്റി നടക്കുന്ന ഒരു വ്യക്തി. പ്രത്യേകിച്ചും അവളുടെ ബ്രദറായിട്ടുള്ള
ബ്രദറായിട്ടുള്ള ബാബ വയ്യാത്തതാണ്. അപ്പം അവനെ കെയർ ടേക്ക് ചെയ്യുന്നതും ബിമ്മ് തന്നെയാണ്. ഓക്കെ, അതുപോലെ അവളുടെ യങ്ങർ സിസ്റ്റർ ആരാ? താര എവിടുന്ന വരുന്നത്? ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോറിൻ കൺട്രിയിൽ പോയിരിക്കുകയാണ് ഹസ്ബൻഡിൻ്റെ കൂടെ. അപ്പോൾ അവിടെ നിന്നും ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട്, അവരുടെ നീസിൻ്റെ വിവാഹമാണ്, നീസിൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരികയാണ്. ഹസ്ബൻഡിൻ്റെ പേരാണ് ബക്കുൽ ഒരു ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസറും കൂടിയാണ് കേട്ടോ. Tara's visit is motivated by two things: Bakul's wish to keep in touch with his Indian roots and the implementing wedding of Moina, the daughter of their brother Raja, which is to be held in Hyderabad. The reunion is tense from the start. The house feels both familiar and oppressive, and the sisters' different personalities are hinted at through their clothing. Tara in a pale blue nylon nightgown and silver slippers, Bim in a shapeless hand-sewn garment made from an old cotton sari. ഇവിടെ താര ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതിന് 2 ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവളുടെ ബ്രദർ രാജയുടെ ഡോക്ടറായിട്ടുള്ള മോയിനയുടെ വിവാഹം. രണ്ടാമത്തത്, അവർ വന്നിട്ട് കുറേ കാലമായി ഇന്ത്യയിലോട്ട്. അപ്പോൾ എസ്പെഷ്യലി അവളുടെ ഹസ്ബൻഡ് ബക്കുൽ, അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയുമായിട്ട് ഒന്നും കൂടി ഒരു ടച്ച് വരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഇന്ത്യയിലോട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ഇവരുടെ ഫാമിലി റീയൂണിയനിൽ ധാരാളം കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പഴയ മെമ്മറീസൊക്കെ അവരിപ്പോൾ അയവർക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സ്വാഭാവികമാണല്ലോ. അതുപോലെ തന്നെ ഇവിടെ എസ്പെഷ്യലി നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്നത് ഈ 2 സിസ്റ്റേഴ്സും ബിമ്മും താരയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബിമ്മിൻ്റെ സ്റ്റൈലാകട്ടെ, അതുപോലെ ബിമ്മിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ഷേപ്പ്ലെസ് ആണ്. അതുപോലെ അവൾ ഇട്ടിരിക്കുന്ന ഒരു കോട്ടൺ സാരി വെച്ചിട്ട് തയ്ച്ചിട്ടുള്ള സാധാ ഒരു ഡ്രസ് പാറ്റേൺ ആണ്. അതേസമയം ഇത് ബിമ്മ്, അതേസമയം താരയാണെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സും സ്റ്റൈലൊക്കെയാണ് താരയുടേത്. The first part also sketches 2 peripheral families. The Mishra sisters, Sarla and Jaya, are childless, abandoned wives who act as foils to Bim and Tara, embodying different modes of female suffering. The family, particularly Hyder Ali, is significant because Raja's marriage to his daughter Benazir brings the house under his control and precipitates the family's financial and emotional upheaval. Ali, as the section draws to a close, the conversation between Bim and Tara turns inward, focusing on the unfulfilled childhood and youth that have haunted them both. They recall the summer of 1947, a time of both national upheaval and personal trauma, when parental neglect left them floating on the surface, starting down into the underworld. Bim reflects on how the house itself seems to hold the weight of those years, and Tara, overwhelmed by the stagnant atmosphere, longs for the clean, orderly flat she shares with Bakul in Washington. The part ends with a poignant exchange in which both sisters acknowledge that their youth was terrible, yet they cannot bring themselves to wish it back, setting the tone for the temporal and emotional layers. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന മറ്റ് 2 കഥാപാത്രങ്ങളാണ് മിശ്ര സിസ്റ്റേഴ്സ് ആയിട്ടുള്ള സർലയും ജയയും. അപ്പോൾ ഇവരിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കുട്ടികളില്ലാത്ത 2 വ്യക്തികളാണ്. അതുപോലെ തന്നെ ഫീമെയിൽ സഫറിങ്ങിന് ഉദാഹരണങ്ങളായിട്ടും കൂടി നമുക്ക് ഈ ഒരു പാർട്ട് 1 ഇവരെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അധികം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ രാജ കല്യാണം കഴിച്ചിരിക്കുന്നത് ഹൈദർ അലിയുടെ മകളെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഹൈദർ അലിക്ക് വലിയൊരു റോള് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹൈദർ അലി ഇവിടെ രാജനെ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്നുണ്ട്. കാരണം എന്താ, രാജയുടെ മകളായിട്ടുള്ള ബനാസീറിനെ രാജയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ അവർക്ക് ഫിനാൻഷ്യലായിട്ടുള്ള കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആയി എന്നും കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്.
ഇനിയാണ് നമ്മുടെ ബിമ്മിൻ്റെയും താരയുടെയും ഒരു കോൺവെർസേഷൻ ഉള്ളത്. അവർ 1947 കാര്യങ്ങളാണ് പിന്നീട് പറയാൻ തുടങ്ങിയിരിക്കുന്നത്. അവരുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാണ്. അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ അങ്ങനെ എത്രയോ മോശം രീതിയിലാണ്, എന്തോരം നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ള കുറേ അധികം കാര്യങ്ങളാണ്. ഇവർക്ക് സ്നേഹം എന്താണ്, സന്തോഷം എന്താണ്, സമാധാനം എന്താണ് എന്നൊന്നും ഇവരറിയാതെയാണ് ശരിക്കും വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും സ്ട്രഗിൾസിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു രണ്ട് സിസ്റ്റേഴ്സാണ് ഇവർ. അപ്പോൾ ഇവർ പറയുകയാണ് ഇനി ആ വർഷങ്ങൾ ഇനിയും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റാണ് ഇവർക്ക്. അങ്ങനെ ഇനിയും നമുക്ക് ആ ഒരു വർഷം കടന്നുപോയ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ആ വർഷങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ടും അവിടുത്തെ സഫറിങ്സൊക്കെ മാറ്റി നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിനെ കുറച്ച് റിഗ്രറ്റാണ് ഇവരിവിടെ കാണിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 ഇത്ര തന്നെയുള്ളൂ. നമ്മളിനി ബിമ്മിൻ്റെയും താരയുടെയും ക്യാരക്ടേഴ്സ് ഒന്ന് പഠിച്ച് വെക്കാം. അങ്ങാനും ഈ ഒരു ക്വസ്റ്റ്യനാണ് വന്നെങ്കിലോ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വെച്ചാലും മതി. ഓക്കെ, കാരണം പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ 4 പാർട്സ് ഒത്തിരി ഉണ്ട് പഠിക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഇത് സമയമില്ല പഠിക്കാനെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പക്ഷേ ക്യാരക്ടർ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. The two Das sisters, Bim and Tara, are presented in clear light of day as opposite poles of Indian womanhood, and their relationship becomes the lens through which Desai explores duty, desire, and the lingering weight of the past. The elder is introduced as a figure of austere responsibility. She is grey and heavy now, and not so unlike their mother in appearance, a single history lecturer who has assumed the role of surrogate mother after Mira Marcy's death. Her self-image is that of heroine Joan of Arc or Florence Nightingale, yet her heroism is expressed through quiet endurance rather than grand gestures. She nurses Raja through tuberculosis, tends to the autistic Baba, and keeps the crumbling house intact, all while refusing to let the past be sentimentalized. Bim's rationality is evident in the way she claves to facts and chronology. When Tara urges her to tear up Raja's patronizing letter, Bim replies that the letter must remain as a constant reminder of betrayal. Her speech is clipped and her gestures precise, and her clothing a curious, shapeless handmade garment stitched from an old sari underscores her rejection of feminine ornamentation in favor of practicality. Tara, by contrast, embodies a more conventional romantic femininity, described as a languid little girl, listless, a dawdler. She is a younger sister who has escaped the oppressive atmosphere of the Das household through marriage of Bakul, an Indian foreign service officer. Her identity is wrapped up in the role as wife and mother. She is in her elegant pale blue nylon nightgown and elegant silver slippers, a stark visual counterpoint to Bim's makeshift attire. ഈ ഒരു ഭാഗം നിങ്ങൾ പഠിക്കണം എന്ന് നിർബന്ധമില്ല, എങ്കിലും ഞാൻ പറയുകയാണ് കേട്ടോ. അതാ എടുത്ത് പറയുകയാണ്. സമയമില്ലെങ്കിൽ ജസ്റ്റ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. അപ്പോൾ ബിമ്മിനെ കുറിച്ചിട്ടും താരയെ കുറിച്ചിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല, ആ രാജയുടെ ലെറ്ററിൻ്റെ കാര്യം. അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. രാജയുടെ ലെറ്ററിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജ ഓൾറെഡി വിവാഹം കഴിച്ച് ഹൈദരലിയുടെ കൂടെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് രാജ അവൻ്റെ റെസ്പോൺസിബിലിറ്റീസൊക്കെ മറക്കുകയാണ്. ബിമ്മാണെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ബിം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെറ്റർ എഴുതിയിട്ട് കൊടുക്കുകയാണ്. രാജ ഒരു ലെറ്റർ എഴുതിയിട്ട് ബിമ്മിൻ്റെ കയ്യിൽ കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടും ഈ റെസ്പോൺസിബിലിറ്റീസൊക്കെ അവൾക്കാണ് എന്നുള്ള ഒരു നിലപാടിലാണ് അവൻ കൊടുക്കുന്നത്. അവനൊരു ചാരിറ്റി ചെയ്യുമ്പോഴും ആ വീട് മൊത്തം അങ്ങനെ കൊടുത്തിട്ട് അവൻ പോവുകയാണ് ചെയ്യുന്നത്. അതൊരു എന്താ പറയുക, അത്രയും
രസമുള്ള ഒരു കാര്യമല്ലായിരുന്നു. അപ്പോൾ ബിം ആ സമയത്ത് താരയ്ക്ക് ഈ ലെറ്റർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ താര പറയുകയാണ് അത് കീറി കളയാനായിട്ട്. പക്ഷെ ബിം പറയാണ് ഇല്ല, അത് ഞാൻ കീറി കളയുന്നില്ല, ഒരു റിജക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞാനത് എടുത്തു വെച്ചോളാം, അതൊരു മെമ്മറി ആയിട്ട് ഞാൻ എടുത്തു വെക്കുകയാണ് എന്ന് പറഞ്ഞ് ആ ലെറ്റർ അവിടെ സേഫായി എടുത്തു വെക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതിനായിട്ട് ഒരു കമൻറ്റൊക്കെ ചെയ്യൂ കേട്ടോ. അപ്പോൾ എനിക്ക് അത് എന്താ പറയുക, ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അല്ല വല്ല മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഞാൻ അങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ യുവർ കമൻറ്റ്സ് ആർ റിയലി ഇറ്റ് വിൽ ഹെൽപ്പ് മീ ടു ഇംപ്രൂവ്. Okay, so part 2 of Clear Light of Day plunges the reader into the turmoil of 1947, opening with the city of Delhi in flames. Raja, who has grown up idolizing Hyder Ali, the prince on a white horse, is devastated when the Alis are compelled to leave amid the partition violence. His helplessness is palpable. He could not help admiring what Bim saw as his heroism, his independent thinking and courage. The narrative then shifts to Raja's physical decline. He contracts tuberculosis and is confined to his bed, a condition that becomes the centerpiece of the next episode. Bim nurses him through the illness. ഇവിടെ പാർട്ട് 2-ൽ 1947 കാര്യമാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 1947 ഡൽഹിയിൽ എന്താ പറയുക, വളരെയധികം നിങ്ങൾക്കറിയാലോ ഓൾറെഡി അത് പാർട്ടീഷൻ്റെ ഒക്കെ സമയമാണ്. അതുകൊണ്ട് തന്നെ ഭീകരമായിട്ടുള്ള അവസ്ഥകളും കാര്യങ്ങളും, ഫ്ലെയിംസ് എന്നൊക്കെ പറയുന്നത് അവിടെയുള്ള വെടിപൊട്ടലും എന്താ പറയുക ഗണ്ണിൻ്റെ ഫയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഫൈറ്റ് ആ ഫ്ലെയിംസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ, ആ തീയുടെ പുകയൊക്കെ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് രാജയ്ക്കാണെങ്കിൽ, രാജ എവിടെയാണ്, ഹൈദരലിയുടെ കൂടെയാണ്. ഹൈദരലീനെ സംബന്ധിച്ചിടത്തോളം രാജയെ അദ്ദേഹം ഒരു വേർഷൻ ഉണ്ടല്ലോ അവിടെ, ദ പ്രിൻസ് ഓൺ എ വൈറ്റ് ഹൗസ്. ഓക്കെ, ദ പ്രിൻസ് ഓൺ എ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡ്ലൈനൊക്കെയാണ് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വന്നതോടുകൂടിയാണ്, രാജ വീട്ടിൽ വന്നതോടുകൂടിയാണ് ഇവർക്ക് കുറേയധികം ഡെവലപ്മെൻറ്റും, അവനാണ് വീട്ടിലത്തെ വലിയ നേതാവൊക്കെ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റെസ്പെക്റ്റൊക്കെയാണ് ഇവിടെ ഹൈദരലി കൊടുത്തിട്ട് പറയുന്നത് അങ്ങനെ. അപ്പോൾ ഇവൻ്റെ ഈ ഒരു ഹീറോയിസം ഒക്കെ ശരിക്കും ബിം മനസ്സിലാക്കുന്നതും ഈ സമയത്താണ്, അവൻ്റെ കറേജിനെ കുറിച്ചിട്ടൊക്കെ. കാരണം എന്താ പറയുക, ആ ഒരു പാർട്ടീഷൻ്റെ സമയത്തൊക്കെ ബിം നേരിട്ട് അനുഭവിക്കുകയാണ് എന്താണ് രാജ, സ്വന്തം ബ്രദർ, അദ്ദേഹത്തിൻ്റെ കറേജിനെയും കുറിച്ചിട്ടൊക്കെ അവൾ മനസ്സിലാക്കുന്നത് ഈ സമയത്താണ്. പിന്നെ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് രാജയ്ക്ക് ട്യൂബർക്ലോസിസ് വന്ന് ഇരിക്കുന്ന ആ ഒരു ടൈമാണ്. ആ സമയത്ത് ബിമ്മാണ് നോക്കുന്നത്. ആ ട്യൂബർക്ലോസിസ് ഉള്ള സമയത്ത് പോലും അവൾ ഒത്തിരി അധികം എന്താ പറയുക കെയർ ചെയ്യുന്നുണ്ട്. അവന് ഇഷ്ടമുള്ള ബുക്കൊക്കെ വായിച്ചു കൊടുക്കുന്നതും ഇവൾ തന്നെയാണ്. അത്രയേ ഉള്ളൂ. അത് നമുക്കിനി പാർട്ട് 3 ഓഫ് ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ ഓപ്പൺസ് വിത്ത് ദ ബർത്ത് ഓഫ് ബാബ, ദ യങ്ങസ്റ്റ് ദാസ് ചൈൽഡ് ഹു അറൈവ്സ് when his parents are already old. His mother, severely diabetic, gives birth to a prettiest of all baby who is later revealed to be autistic, unable to walk or care for himself. Exhausted by his slow development, the mother first hires an ayah, but the ayah cannot cope, and the family turns to Miramasi, a poor widowed relative, to look after Baba and the 3 old children. ശരിക്കും നമ്മളുടെ ഈ സ്റ്റോറിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പോർഷനാണിത്. ഇതായിരുന്നു ശരിക്കും പാർട്ട് 1 അവർ വെക്കേണ്ടത്. ഇതെന്തിനാ പാർട്ട് 3 എനിക്കൊരു പിടുത്തവും കിട്ടണില്ല. വളരെ മനോഹരമായിട്ടൊരു വേർഷനാണ് ഇവിടെ എന്താ പറയുക, ഈ 4 കുട്ടികളുണ്ടല്ലോ, അവരുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും കാര്യം പറയുന്നത്. ആ ദാസ് ചൈൽഡായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും 4ാമത്തെ ഒരു കുഞ്ഞായിട്ട് വരുന്നത് ബാബയാണ്. ബാബ വരുമ്പോൾ ഈ പാരൻസ് ഓൾറെഡി ഏജ് ആയി എന്നുവെച്ചാൽ അവർ ഓൾഡ് ഏജിലാണ് അവർക്ക് ജനിക്കുന്ന ഈ 4ാമത്തെ കുട്ടി ബാബയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരെയും കാട്ടിലും കാണാനായിട്ട് ഏറ്റവും ഭംഗിയുള്ളത് ബാബയെ ആയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബാബ
ജനിച്ചത് ഓട്ടിസം ബാധിച്ചിട്ടാണ്, ഒരു വയ്യാത്തൊരു കുട്ടിയായിട്ടാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളും ഒരു സ്ലോ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് വയ്യ എന്നുള്ളത്. അങ്ങനെ ഇവർക്കാണെങ്കിൽ പേരൻസിന് ഓൾറെഡി ഓൾഡ് ഏജ് ആയി താനും. അതുകൊണ്ടാണ് അവർ മീര മാസി എന്ന് പറയുന്ന ഒരു ആയയെ ഏർപ്പാടാക്കുന്നത് ഈ 4 കുട്ടികളെയും നോക്കാനായിട്ട്. Meera Masi's arrival is presented as both a practical solution and a source of discipline. She is instructed to keep him in her room and look after him, and to teach the children to be quiet. Her own backstory is gradually disclosed. Married at 12, widowed young, and subjected to relentless abuse from her in-laws, she has become hardened and resigned. മീരാമാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മീരാമാസി വന്നതിന് ശേഷം വലിയൊരു സൊല്യൂഷനായി എന്നാണ് പേരൻസ് കരുതിയിരുന്നത്. കാരണം ഒത്തിരി ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെയാണ് മീരാമാസിയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അവൾ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ബാബയെ ഞാൻ നോക്കാം, അവനെ എൻ്റെ മുറിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അവളുടെ മുറിയിലിട്ടിട്ടാണ് ആ കൊച്ചിനെ വളർത്തിയായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ 4 കുട്ടികളെയും അവൾ ഇങ്ങനെ ഭയങ്കര ഡിസിപ്ലിൻ എന്നുള്ള നിലയ്ക്കാണ് വളർത്തുന്നുണ്ടായിരുന്നത്. പക്ഷേ മീരമാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 12 വയസ്സിലാണ് മീരമാസിയുടെ വിവാഹം കഴിഞ്ഞത്. അതെ, 12 വയസ്സിൽ വിവാഹം കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നത്. അതുപോലെ അവളെ ചെറുപ്രായത്തിൽ തന്നെ വിഡോ ആയി എന്ന് വെച്ചാൽ അവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അതിനുശേഷം അവളുടെ ഇൻലോസിൻ്റെ വക ധാരാളം ടോർച്ചർ അവൾക്ക് അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഇത്രയും ബാഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുമാണ്, അല്ലെങ്കിൽ അത്രയും സഫറിങ്സിൽ കൂടിയാണ് മീരാമാസി വരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റേതായ എല്ലാ കുറവുകളും അവളിൽ കാണാനായിട്ട് സാധിക്കും. വളരെ ഹാർഡായിട്ടുള്ള ഒരു വുമണാണ് മീരാമാസി. The childhood of Bim and Tara is sharply contrasted. Bim is the natural leader, confident, academically brilliant, and drawn to social work. Tara is timid, constantly told to emulate her sister. Their divergent personalities are dramatized in 2 key episodes. First, Bim cuts Tara's hair against her will, a violent assertion of control that leaves Tara humiliated and further withdrawn. Second, the B episode at Lodi Gardens shows Tara's instinct to flee when a swamp attacks Bim, underscoring her tendency to escape rather than confront difficulty. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള പോലെ തന്നെ ബിമ്മിൻ്റെയും താരയുടെയും സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും. ബിം എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ പഠിക്കുമ്പോൾ തന്നെ വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള, അതുപോലെ സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്ന നല്ലൊരു പെൺകുട്ടിയായിരുന്നു ബിം. അതേസമയം താരയാണെങ്കിൽ അവൾക്ക് വളരെ ഷൈ ഒക്കെ ഉള്ള ഒരു സാധാരണ പെൺകുട്ടിയാണ്. എപ്പോഴും അവളോട് അവളുടെ ചേച്ചിനെ കണ്ടുപിടിക്കുക എന്നൊക്കെ കേട്ടിട്ടാണ് താര വളരുന്നത്. പക്ഷെ അവൾക്ക് ഇങ്ങനെ ഇതുപോലെ ഡിസിപ്ലിനിലൊന്നും അല്ലായിരുന്നു താര വളരുന്നുണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അവളുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ പിന്നീട് കാണുമ്പോൾ. ഇവിടെ 2 എപ്പിസോഡുകളിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇവരുടെ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ബിം താരയുടെ മുടി വെട്ടുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. ചെറുതിലത്തെ കാര്യമാട്ടോ പറയുന്നത്, ഇവർ ചെറുപ്പത്തിലത്തെ. അപ്പോൾ ബിം എന്താ ചെയ്യുന്നത്, താരയുടെ മുടി വെട്ടുന്നുണ്ട്. പക്ഷെ താരയ്ക്കാണെങ്കിൽ അവളുടെ മുടി വെട്ടാനായിട്ട് ഒട്ടും തന്നെ ഇഷ്ടമല്ല. പക്ഷെ ബിം നിർബന്ധിച്ച് അവളെ ഇരുത്തി അവളുടെ മുടി വെട്ടുന്നതാണ് ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് മുഖേന താരയ്ക്കുണ്ടായിട്ടുള്ള ഒരു ഹ്യൂമിലിയേഷനെ കുറിച്ചിട്ടും നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അറ്റ് ലോധി ഗാർഡൻ ഷോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ നമുക്ക് ഉണ്ട്. ആ ഒരു ചാപ്റ്ററിൽ കാണാനായിട്ട് സാധിക്കുക, ഒരു സ്വാം ബിമ്മിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. സ്വാം ബിമ്മിനെയാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. താര എന്താ ചെയ്യുന്നത്, താര അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടിനെയാണ് കാണിക്കുന്നത്. ബിമ്മിനെ രക്ഷപ്പെടുത്തിയില്ല, എന്നാൽ താര ഇട്ടിട്ട് അവളെ മാത്രം സെൽഫിഷായി അവിടെ നിന്നും രക്ഷപ്പെടുന്ന ഒരു ചിത്രീകരണമാണ് നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നത്. Bim, who has vowed never to marry, declares that she will remain devoted to Baba, Raja and Meera Masi, while Tara, now married to Bakul, reflects on the constraints of her own marriage. Meera Masi's later decline into alcoholism and her eventual death are hinted at through
haunting bird imagery. She is described as an old bird with its feathers plucked, and her screams are likened to an owl. Bim is haunted by visions of Miramasis. This section also depends the bond between Bim and Baba. After Miramas's death, Bim takes Baba to the abandoned Ali's house, where he discovers an old gramophone. His silent fascination with the machine becomes a rare moment of communication, contrasting with his usual withdrawal. This episode foreshadows the role music will play in the novel's resolution. Finally, the narrative closes with Bim's first declaration that she will never leave Baba and Raja, reinforcing her scene of duty and the theme of sacrifice that runs throughout the novel. The events of part 3, Baba's birth, Miramas's guardianship, the contrasting childhoods of Bim and Tara, the Mira engagement, and the haunting decline of Mira Masi colors to portray a family shaped by neglect, resilience, and an unbreakable, if painful, sense of obligation. പാർട്ട് 3 ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ബിം എന്ന് പറയുന്ന വ്യക്തി അവൾ എന്താ ചെയ്യുന്നത്, അവൾ മാരി ഒന്നും ചെയ്യുന്നില്ല, അവൾ വിവാഹം കഴിക്കുന്നില്ല, അവൾ അവളുടെ സിബ്ലിങ്സിനെ നോക്കി ജീവിക്കുക, അല്ലെങ്കിൽ അവരെ ആ റെസ്പോൺസിബിലിറ്റി അവൾ ഏറ്റെടുത്തുകൊണ്ട് അവൾ വിവാഹം കഴിക്കാതെ ജീവിക്കുകയാണ്. മീരാമാസി ആകട്ടെ ഇവിടെ ആൽക്കഹോളിക്കൊക്കെ കഴിച്ച് മരിക്കുന്നുണ്ട്. മരിച്ചതിന് ശേഷം അവളുടെ ഒരു ഡെത്ത് എന്ന് പറയുന്നത് ഒരു പേടിപ്പിക്കുന്ന ഒരു സ്വപ്നമായിട്ട് ബിമ്മിന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവൾ എന്താ പറയുക, ഷീസ് ഡിസ്ക്രൈബ്ഡ് ആസ് മീരാമാസിൻ്റെ ഡെത്ത് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്: ആൻ ഓൾഡ് ബേർഡ് വിത്ത് ഇറ്റ്സ് ഫെദേഴ്സ് പ്ലക്ഡ്. അതുപോലെ തന്നെ അവളുടെ വെച്ച് കഴിഞ്ഞാൽ ഒരു വയസ്സായിട്ടുള്ളൊരു പക്ഷി, ഫെദേഴ്സ് ഒന്നുമില്ലാതെ, തൂവലൊന്നുമില്ലാതെ, അങ്ങനത്തെ ഒരു ചിത്രീകരണമാണ് നൽകുന്നത്, പേടിപ്പിക്കുന്ന ഒരു ചിത്രീകരണമാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഒരു മൂങ്ങയുടെ ശബ്ദമൊക്കെ കാണിക്കുന്നത്, മൂങ്ങയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ക്രീമിംഗ് ആണ്. ഓക്കെ, സ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഓളിയിടുന്ന ഒരു ശബ്ദമൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ബിമ്മിനെ പേടിപ്പിക്കുന്നതും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ ബിമ്മും ബാബയും തമ്മിലുള്ള ഒരു ബോണ്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കാരണം മീരമാസിയുടെ മരണത്തിന് ശേഷം ബാബയെ നോക്കാൻ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല, ബിമ്മ് തന്നെയാണ് ബാബയെ നോക്കുന്നതും. അതുപോലെ ഇവർ അലിയുടെ അലീസ് ഹൗസിലേക്ക് ഇവർ പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് നമ്മുടെ ബാബയ്ക്കാവട്ടെ അവിടെ നിന്നൊരു ഗ്രാമഫോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഗ്രാമഫോൺ കിട്ടി കഴിഞ്ഞപ്പോൾ ബാബയിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവനത് ഉപയോഗിക്കുന്നതായിട്ടും ബാബ ആ ഒരു ഗ്രാമഫോണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. അപ്പോൾ ഇവിടെ റോൾ ഓഫ് മ്യൂസിക്കിന് വലിയൊരു ഇമ്പോർട്ടൻസ് നൽകുന്നത് ഈ ഒരു സെക്ഷനിലാണ്. അപ്പോൾ ഈ 3rd ബ്ലോക്ക് അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിമ്മ് വിവാഹം കഴിക്കാതെ ഇവർക്കൊക്കെ വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലോക്ക് 3 എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാബ ജനിച്ച ഒരു കാര്യം, പിന്നെ മീരമാസി അവരെ നോക്കുന്നതും മരിക്കുന്നതും ഒക്കെ, പിന്നെ കോൺട്രാസ്റ്റിംഗ് ബിമ്മിൻ്റെയും താരയുടെയും ആ ചൈൽഡ്ഹുഡിലുള്ള 2 കോൺട്രവേഴ്സീസ് ഉണ്ടല്ലോ, ആ 2 ഇൻസിഡൻറ്റ്സ് ഞാൻ പറഞ്ഞു, ആ ഒരു കാര്യം. പിന്നെ മിശ്ര അവിടെ വിവാഹം കഴിച്ച് പോകുന്ന ഒരു കാര്യമുണ്ട്, അത്. പിന്നെ എന്താ പറഞ്ഞത്, ആൻഡ് ദ ഹോണ്ടിങ് ഡിക്ലൈൻ ഓഫ് മീരമാസി കൊളൈൽസ് ടു പോർട്രേ ഫാമിലി ഷേപ്ഡ് ബൈ നെഗ്ല. അത് കഴിഞ്ഞാൽ ഇവിടെ മീരമാസി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവള് ഒറ്റയ്ക്കായി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആര് ബിം ഇവിടെ ഒറ്റപ്പെടുന്ന, അല്ലെങ്കിൽ മീരമാസിയുടെ ആ ഒരു പേടിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഇവളുടെ മൈൻഡിലേക്ക് വരുന്നതും അവൾ ഓളിയിടുന്നതും ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കുറേ അധികം പെയിൻഫുള്ളായിട്ടുള്ള ഒരു ഭാഗമാണ് പാർട്ട് 3 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. സോ പാർട്ട് 4 ആണ്. അപ്പോൾ ഇനിയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമായിരിക്കും. ഓക്കെ, സോ വിൽ മൂവ് ഓൺ. പാർട്ട് 4 opens with a fierce dust storm raging outside the Das house. Tara is hunched over a letter to her daughters, trying to capture the moment before they arrive in India, while Bim is glued to her college textbooks, determined to finish her history degree.
Tara urges Bim to set their papers aside and sit in companionable desk, hoping her sister will join her husband and children for Raja's daughter Moina's wedding in Hyderabad. Bim refuses, insisting she must stay, but Tara persists, pleading that the family needs her presence at the ceremony. പാർട്ട് 4 നമ്മൾ പിന്നെയും കാണുന്ന ഫസ്റ്റ് നമ്മൾ കണ്ട ആ ഒരു ഭാഗമാണ് പാർട്ട് 4 കാണുന്നത്. ആ റീയൂണിയൻ ചെയ്തിട്ടുള്ള ഒരു ടൈമിംഗ് ആണ്. ഓക്കെ, ഇവിടെ എന്താ നടക്കുന്നത്? ദാസിൻ്റെ വീട്ടിൽ ഈ 4 സിബ്ലിങ്സും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ താര അറൈവ് ചെയ്തിട്ടുള്ളപ്പോൾ അവളുടെ ഡോട്ടേഴ്സിന് ഇന്ത്യയിലോട്ട് വരുന്നതിന് മുന്നേ കുറച്ച് ലെറ്റേഴ്സൊക്കെ എഴുതുന്നുണ്ട്. ഇതേ സമയം ബിം ആണെങ്കിൽ വളരെയധികം ബിസി ആയിട്ട് കാണിക്കുകയാണ്. അവളുടെ ഹിസ്റ്ററി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അവളുടെ പഠിപ്പിക്കുന്ന ആ ഒരു പോർഷൻസും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ബിസിയായി അവളെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താരയ്ക്ക് അത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ താര പറയുകയാണ്, ഇതൊക്കെ മാറ്റി വെക്കൂ, നമുക്ക് കുറച്ച് നേരം വർത്തമാനം പറയാം, ഈ എല്ലാവരും കൂടി ഒരുമിക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് ഈ സെറിമണിയിൽ കൂടാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ വിവാഹ ചടങ്ങിൽ ഒക്കെ ഇവൾ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ബിമ്മിന് ഒട്ടും തന്നെ താല്പര്യമില്ല. അപ്പോൾ ബിം പറയുകയാണ്, കാരണം അവളുടെ ആ ഒരു അവസ്ഥ അതാണ്, അവളെ എല്ലാവരും ഒറ്റയ്ക്കാക്കി എല്ലാവരും പോയില്ലോ, ആ ഒരു ഫീലിങ്സ് ഒക്കെയാണ് ബിമ്മിനുള്ളത്. അപ്പോൾ അവൾ പറയുന്നത്, ഞാൻ എവിടേക്കുമില്ല, എനിക്ക് നല്ല തിരക്കാണ്, ഞാൻ വരുന്നില്ല എന്നുള്ള രീതിയിൽ ഇവരെ ഒക്കെ നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട്, അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. The narrative then shifts to Raja's present life. He is married to Benazir and he has 4 daughters and a son, Aijaz, and he has recently visited Bim and Baba with gifts a pony for his son and a new gramophone for Baba. The old B episode surfaces when Tara, overwhelmed by guilt, confesses that she abandoned Bim during the big attack years ago. She begs Bim for forgiveness and understanding, not simply forgetfulness and incomprehension, revealing the lingering wound that still aches between them. At the same time, a letter arrives from Mr. Sharma, the Das office manager, asking a family member to attend a crucial meeting that could decide the firm's future. Bim feels trapped and voices a sudden desire to sell the family shares, a move that would secure her rent but also sever a piece of their heritage. ഇവിടെ നമുക്ക് രാജയുടെ ഒരു പ്രസൻറ്റ് ലൈഫിനെ കുറിച്ചിട്ട് ആദ്യം നമ്മൾക്ക് കാണിക്കുന്നുണ്ട്. അദ്ദേഹം മാരി ചെയ്തത് ബെനാസിർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് 4 ഡോട്ടേഴ്സാണ് ഉള്ളത്, അതുപോലെ ഒരു സണ്ണും ഒരു മകനുണ്ട്, ഐജാസ് എന്നാണ് പേര്. അപ്പോൾ ബിമ്മിനെയും ബാബയും കാണാനായിട്ട് ഇദ്ദേഹം വരുന്നുണ്ട്. ആര്? രാജ വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോ, പേരുകൾ കണ്ട് കൺഫ്യൂസ്ഡ് അടിക്കണ്ട. രാജ ബിമ്മിനെയും അതുപോലെ ബാബയും കാണാനായിട്ട് വർഷങ്ങൾക്ക് ശേഷം വരുന്നുണ്ട്. വരുമ്പോൾ ഇവർക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒരു പോണി കൊണ്ടുവരുന്നത് അവരുടെ മകന് വേണ്ടി തന്നെയാണ്, അതുപോലെ ഒരു ഗ്രാമഫോൺ ബാബയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇന്ന് നമ്മൾ പോകുന്നത് താരയുടെ ഒരു കാര്യത്തിലോട്ടാണ്. ഇവിടെ താര അവൾക്ക് ഇപ്പോൾ ഫുൾ ഓഫ് ഗിൽറ്റാണ്. അവൾ കുറേ അധികം മൈൻഡിൽ അവൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് അവൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾഡ് ബി എപ്പിസോഡ് ഉണ്ട്, അതൊരു ചാപ്റ്റർ ഇതിൽ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ഓൾഡ് ബി എപ്പിസോഡിൽ ഇവളെ ബിയിൽ നിന്നും രക്ഷിക്കാതെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു അറ്റാക്കൊക്കെ വരുമ്പോൾ ഇവളെ എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, താര എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവൾ ഓർത്തെടുത്തുകൊണ്ട് ബിമ്മിനോട് സോറി പറയുകയാണ് ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ബിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലോ, നീ അതൊന്നും മൈൻഡിൽ ഇപ്പോൾ വെക്കല്ലേ, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയത്താണ് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത്. മിസ്റ്റർ ശർമ്മയാണ് വിളിക്കുന്നത്. മിസ്റ്റർ ശർമ്മ എന്ന് പറയുന്നത് ഇവരുടെ ദാസ് ഫാമിലിയിലെ ഓഫീസ് എന്താ പറയുക, ഓഫീസ് മാനേജറാണ്. ഓഫീസ് മാനേജറാണ് വിളിക്കുന്നത്. ആ ഓഫീസ് മാനേജർ പറയുന്നത് പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഒരാൾ ദാസ് ഫാമിലിയിൽ നിന്നും ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നു. ഇവിടെ ബിമ്മിന് മനസ്സിലായി അവൾ ട്രാപ്ഡായി, അവരുടെ ഒരു ബിസിനസ് കാര്യങ്ങളിൽ അവരുടെ ഫാം ഇപ്പോൾ നഷ്ടത്തിലാകും എന്ന് അവൾക്ക് മനസ്സിലായി. കാരണം അത് ഇവരുടെ ഫാമിലി സേവ് ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ഫാം ഫാമിലി ഷെയർസ് ഇവർക്ക് സെല്ല് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ഘട്ടത്തിൽ അതൊരു കൺഫ്യൂഷൻ സ്റ്റേജിലോട്ട് വരികയാണ് ചെയ്യുന്നത്. Bim's frustration erupts in a shocking outburst
directed at Baba. While he plays Don't Fetch Me In on the gramophone, she smashes the record, shouts that she will sell the shares, and even threatens to send Baba to live with Raja in Hyderabad. The tirade ends as her anger collapses like a wave, leaving Baba silent and bewildered. In the aftermath, Bim admits her own inadequacy. I myself have not been able to manage on my own, and begins to glimpse a spiritual wholeness. She envisions the earth as a repository of all time where her deepest self and those of her siblings reside together. The section closes with a quieter, more reflective Bim. She walks in the garden, feeling the summer heart and the soil contained all time, past and future. A realization that binds her together, family's history, and land itself. This newfound awareness pushes her towards social relevance and a tentative acceptance of love and forgiveness, setting the stage for the novel's final reconciliation. ഇതിന് ശേഷം ബിം ഇവിടെ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. അവൾ ലൗഡ്ലി ഷൗട്ട് ചെയ്യുന്നുണ്ട്. അവളുടെ എല്ലാ ഫ്രസ്ട്രേഷനും അവൾ അവിടെ ഓളിയിട്ട് ശബ്ദം വെച്ച് എന്താ പറയുക, ഒത്തിരി അധികം അവളവിടെ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എസ്പെഷ്യലി അവൾ നോക്കുന്നത് ബാബയെയാണ്. ബാബയെ നോക്കിക്കൊണ്ടാണ് അവൾ ഈ ചീത്ത മുഴുവൻ പറയുന്നത്. ബാബയുടെ ആ ഒരു ഗ്രാമഫോൺ അവൾ നശിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ പറയുന്നത് ഈ ഷെയറൊക്കെ, ഓഹരികളൊക്കെ ഞാൻ വിൽക്കും എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒത്തിരി അധികം ഷൗട്ടിന് ശേഷം അവിടെ ബാബയൊക്കെ വളരെ സൈലൻ്റായിട്ട് നോക്കി കാണുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാവരും ജസ്റ്റ് ഒന്ന് സൈലൻ്റായിട്ട് നോക്കി കാണുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബിം ഒത്തിരി ഷൗട്ട് ചെയ്തതിന് ശേഷം കൂളാകുന്നുണ്ട്. അതിനുശേഷം അവൾ ജസ്റ്റ് ഗാർഡനിലോട്ട് നടക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു നോവൽ. അപ്പോൾ ലാസ്റ്റ് പോർഷനിൽ ഇത്രയാണ് കാണിക്കുന്നത്. അവൾ സമൂഹവുമായിട്ട് ഇവിടെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒത്തിരി അവളുടെ ഫ്രസ്ട്രേഷൻ കുറേ വർഷത്തെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് മുഴുവൻ അവളൊന്ന് പുറത്തേക്ക് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ കൂളായി, കാമായി. അപ്പോൾ ആ ഫോർഗീവ്നെസ് ആറ്റിറ്റ്യൂഡും ലവും സാക്രിഫൈസും എല്ലാം കാണിക്കുന്ന ഒരു നോവലാണിത്. ഓക്കെ, ഐ ഹോപ്പ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. സോ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടാനായിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി ഉണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.